ബിഗ് ബോസ് ഹൗസിൽ അനുവദനീയമല്ലാത്ത ചില ആംഗ്യങ്ങളും ചേഷ്ടകളും ഒരാൾ കാണിച്ചു എന്നറിഞ്ഞു. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുപുത്തൻ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് നേരെ നമ്മുടെ സിബിനെ എനിപ്പിച്ച് നിർത്തുന്നുണ്ട്. എന്നിട്ട് സിബിനോട് ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിൽ ക്വാളിറ്റി ഉള്ളവരും ക്വാളിറ്റി ഇല്ലാത്തതുമായിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ട്, നിങ്ങൾ ഏതെത്തിപ്പെടും, നിങ്ങൾ ഒരു ക്വാളിറ്റി ഉള്ള കണ്ടസ്റ്റന്റ് ആണോ? അപ്പൊ സിബിൻ പറയുന്നുണ്ട്, ലാലേട്ട, എന്റെ ക്വാളിറ്റി തീരുമാനിക്കേണ്ടത് ഞാനല്ല, അത് മറ്റുള്ളവരാണ്, എന്നെ കണ്ടിട്ട് മറ്റുള്ളവരാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ ലാലേട്ടൻ പറയുന്നു, എന്നാ നിങ്ങളുടെ ക്വാളിറ്റി ഞാൻ തീരുമാനിക്കട്ടെ എന്നുള്ള രീതിയിൽ ലാലേട്ടൻ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു ചേഷ്ട കാണിച്ചത്? നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഇത് കാണിക്കോ? അപ്പൊ നമ്മുടെ സിബിൻ പറയുന്നുണ്ട്, ലാലേട്ടൻ, ഞാനത് മനഃപൂർവ്വം വേണോന്ന് വെച്ച് കാണിച്ചതല്ല, അറിയാതെ പറ്റിപ്പോയതാണ്. അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ സോറി പറഞ്ഞത്? നിങ്ങൾ മനഃപൂർവ്വം കാണിച്ചത് കൊണ്ടല്ലേ ജാസ്മിൻ എന്ന വ്യക്തിയോട് നിങ്ങൾ സോറി പറഞ്ഞത്, നിങ്ങളുടെ തെറ്റേറ്റു പറഞ്ഞത്? അപ്പൊ നിങ്ങൾ ഒരു ക്വാളിറ്റി ഉള്ള കണ്ടസ്റ്റന്റ് ആണോ സിബിൻ? അപ്പൊ പെട്ടെന്ന് സിബിൻ, അല്ല, അതല്ല ലാലേട്ട, അങ്ങനെയൊക്കെ പറയുന്നു. പെട്ടെന്ന് സിബിൻ പെട്ടെന്ന് പാളിപ്പോയി. ലാലേട്ടൻ എന്താണ് ചോദിക്കുന്നത്, എന്താണ് പറയേണ്ടതെന്നൊക്കെ പെട്ടെന്ന് പുള്ളിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു രീതിയിൽ സ്റ്റക്കായി നിൽക്കുകയാണ് സിബിൻ. ലാലേട്ടൻ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്താണ് ചോദിക്കുന്നത്. കാരണം ബിഗ് ബോസിൽ കാണിക്കാൻ പറ്റാതെ, കാരണം കുട്ടികളും പ്രായമുള്ള ആളുകളൊക്കെ കാണുന്നതാണ്. അവര് എന്താണ് ഇതിനെപ്പറ്റി അറിവുള്ള പിള്ളേരൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ കാണുന്ന ഷോ അല്ലേ. അപ്പൊ അത്തരത്തിൽ കാണിക്കാൻ പാടില്ല, ഇത് ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ്. സിബിൻ എത്ര നല്ല കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടത് തന്നെയാണ്. സിബിൻ ഇതിന്റെ പേരിൽ ചെറിയൊരു പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് ആ ഒരു പ്രൊമോ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. എന്താണ് പണിഷ്മെന്റ് എന്ന് അറിയില്ല, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പണിഷ്മെന്റ് കിട്ടും. കാരണം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയൊരു പ്രശ്നത്തിലൂടെ തന്നെയാണ്. അതായത് ഹൈക്കോടതിയിൽ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോ വരെ അവസാനിപ്പിക്കേണ്ട രീതിയിലേക്ക് അത് പോകും. അതുകൊണ്ട് എത്ര ചെറിയ കാര്യമാണെങ്കിലും അത് ഇനി മുതൽ ബിഗ് ബോസ് ഹൗസിൽ ചൂണ്ടിക്കാണിക്കപ്പെടും, അതിനുള്ള പണിഷ്മെന്റും കിട്ടും. അപ്പൊ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എപ്പിസോഡിൽ കാണാം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്